ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാണെന്ന് ഇനി ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇത് ദുഷ്കാലമാണെന്ന് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഫ്രണ്ടിൽ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചേ, എന്തൊരു കഷ്ടമാണ്, സ്കൂളിൽ പോകാൻ പറ്റത്തില്ലല്ലേ? ഇത് ദുഷ്കാലമാ കുഞ്ഞെ, വചനം വിളിച്ചു ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിന് ഉപയോഗിക്കണം. എന്താ തക്കത്തിന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച നിലവാരത്തിലുള്ള പ്രാർത്ഥന പോരാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചത് ഭൗതികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിടുതല പ്രാർത്ഥിച്ചതെങ്കിൽ 2021 രണ്ടാം മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് നിന്നെയും എന്നെ കൊണ്ടെത്തിച്ചിട്ട് കർത്താവ് പറയുന്നു, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം. മനുഷ്യൻ ഭയപ്പെടുന്നത് പലതും തന്റെ പടിവാതിൽക്കൽ നിന്ന് മാടി വിളിക്കുമ്പോൾ ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ദൈവജനത്തോട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കണം. നിന്റെ പ്രാണപ്രിയനായവൻ, രാജാതിരാജാവായവൻ, കർത്താതികർത്താവായവൻ, ചങ്കിലെ ചോരനന്നാൽ 3 കാലിലും പാടുകളെ തകർക്കപ്പെട്ടവൻ, ചങ്കിലെ അവൻ വിലാപം കുത്തി തുറന്ന അവസാനത്തുള്ള രക്തവും തന്നവൻ, പുറം മുഴുവൻ അടിച്ചു തകർക്കപ്പെട്ട് അതിലൂടെ ഒഴുകിയിറങ്ങിയ പുണ്യാക രക്തം എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായി കാൽവരിക്കടത്തിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞവൻ, രാജാതിരാജാവായവൻ, കർത്താതികർത്താവായവൻ, മഹത്വത്തിന്റെ നായകൻ, രാജാവ് വീണ്ടും വരാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നാളെ എന്നുള്ളത് നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ന്, ഇപ്പോൾ, ഈ സമയം. അവസാന ദിനങ്ങളിൽ കർത്താവദാസൻ തന്നെ പരിചയപ്പെടുന്നു. അതൊന്നും നടന്നില്ല. പിന്നെ സമയമുണ്ട്. 2019 അവസാന നാളുകളിൽ ഞങ്ങളുടെ ദൈവസഭ, എനിക്കൊരു കുറച്ചു സമയമുണ്ട്. കൃപയാൽ 321 ദിവസമാണ്. ഇന്ന് 322 ദിവസമാണ്. തുടർമാനമായ പ്രാർത്ഥന, സൂമിലൂടെ തുടർമാനമായ പ്രാർത്ഥന, ലോകരാജ്യങ്ങളെ വഹിച്ച്, കുടുംബങ്ങളെ വഹിച്ച്, ദേശങ്ങളെ വഹിച്ച് തുടർമാനമായി പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ. എന്നാൽ 2019 അവസാന ദിവസങ്ങൾ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവദാസൻ സനി ജോർജൊക്കെ വന്നിട്ടുള്ള സമയത്ത് 28-ാം തീയതി രാത്രിയിൽ ഞാനും എന്റെ വളരെ അടുത്ത ഒരു മുസ്ലിം സഹോദരനുമായിട്ട്, എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇവിടെ UAE-യിലെ. ഏകദേശം 1 മണിയോളമായപ്പോൾ ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ച്, അച്ചോ, എന്നെ വിളിക്കുന്ന അച്ചോ, അച്ചോ നാളെ കാണാച്ചോ, രാവിലെ ഞാൻ വിളിക്കാം അച്ചോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച ആരോഗ്യ ദൃഢഗാത്രനായ വ്യക്തി രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന, എന്നെ ഞടുക്കിയ ഒരു മരണമായിരുന്നു. എന്നെ ഒത്തിരി ദുഃഖിപ്പിച്ച ഒരു മരണമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്തെന്ന് അറിയണ്ടേ? ഇത് ദുഷ്കാലമാകിയാൽ ഇന്ന് ഞാനും നിങ്ങളെ കർത്താവുമായിട്ട് ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാക്കിയിട്ട്, ഒരു നിർമ്മല മനസ്സാക്ഷി ഞാനും കർത്താവുമായിട്ട് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും ചുവട് വെക്കേണ്ടതിന്റെ ആവശ്യകത ഒൽപ്പിച്ചു തരിക. എന്താ കാര്യം? കൈയടിച്ച് നരകത്തിൽ പോകാനല്ല വിളിച്ചേക്കുന്നത്. കൈയടിച്ച് പാട്ട് പാടിയിട്ട് അവസാനം നരകത്തിലാ വീഴുന്നതെങ്കിൽ നല്ല പ്രയോജനമുണ്ടോ? ഇവിടെയുള്ള സുഖം അനുഭവിക്കാനും പറ്റിയില്ല. അവിടെ പെർമനന്റ് നരകമാണെങ്കിൽ പ്രശ്നമല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഈ വൈകിയ വേളയിൽ കർത്താവ് പറയുന്നു, നമുക്കൊരു നല്ല ബന്ധമുണ്ടാകണം. നമ്മുടെ രക്ഷകനുമായിട്ടൊരു നല്ല ബന്ധമുണ്ടാകണം. ഒഴുക്കിന് പാടി, ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ കുട്ടനാട്ടുകാരനാ, വെള്ളത്തിലെ പാട്ടും കൂട്ടത്തിലെ കൂട്ടുമെന്ന് പറഞ്ഞതുപോലെ ഈ
ഈ പുഞ്ചയിൽ വെള്ളമൊക്കെ പൊങ്ങി കഴിയുമ്പോൾ പുഞ്ച വിടാൻ വേണ്ടിയിട്ട് ഈ പോത്തനെയൊക്കെ എടുത്ത് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ പിന്നാലെ കൂട്ടുകാരെ പോകാറുണ്ട്. അത് 10-12 നമ്മുടെ ഏലിശ പറഞ്ഞതുപോലെ 10-12 കാളയൊക്കെ പോത്തിനെയൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടി പോകുമ്പോളെ ഇതിന്റെ കൂടെ നിലകൊള്ളുന്നോ ഇല്ലെന്നുള്ളതൊന്നും ആരും അറിയത്തില്ല. കൂടെ ഒരു പാട്ടൊക്കെ പാടിയാ പോകുന്നേ എന്ന് പറഞ്ഞതുപോലെ വിശ്വാസ ജീവിതത്തിൽ വന്ന നാൾ മുതൽ പാട്ടും പൂട്ടും ഒക്കെ ആയിട്ട് പോകുന്ന നമ്മളോട് ഇന്ന് രാത്രി പരിശുദ്ധമോ പറയണേ, ഒന്ന് പുറകോട്ട് തന്നെ ചിന്തിക്കാൻ. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് നിത്യത കിട്ടിയില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? മനുഷ്യൻ ഭയപ്പെടുന്ന 2 കാര്യമല്ലേ? എന്തൊക്കെയാ? ഒന്ന് മരണം ആണോ? മരണത്തെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ നോക്കി. മരണത്തെ പേടിയില്ല. സ്വതന്ത്രം. അപ്പൊ മരണത്തെ പേടിക്കുന്ന മനുഷ്യൻ എന്താ മരണത്തെ പേടിക്കുന്നത്? ഇവിടെ കുറെ നാളുകൂടെ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ മരണത്തിനെ പേടിക്കുന്ന ഏതെങ്കിലും വ്യക്തി മരിക്കാതിരുന്നിട്ടുണ്ടോ? ഇന്ത്യൻ പ്രസിഡന്റും മരിക്കും, ഈ യുഎയിലുള്ള രാജാക്കന്മാരും മരിക്കും, ഞാനും മരിക്കും. കർത്താവ് വന്നില്ലെങ്കിൽ എല്ലാവരും മരിക്കും. ആണോ? കർത്താവ് വന്നില്ലെങ്കിൽ എല്ലാവരും മരിക്കും. കർത്താവ് വന്നാൽ പോകാം. അപ്പൊ മരിക്കത്തില്ലെന്ന് മരിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, എല്ലാവരും മരിക്കും. ഇനി അടുത്തത് രോഗം വരരുത്. നമ്മുടെ വിഷയം രോഗമാണ്. രോഗത്തെ ഭയങ്കര പേടിയാ. രോഗം വരാതിരിക്കും. ഇതിനകത്തുള്ള പലരോടും ചോദിച്ചാൽ ഒട്ടൊഴിയാതെ 4-5 രോഗങ്ങളുടെ പേര് സുഖമായിട്ട് പറയുന്നു. BP ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ നോർമൽ ആയി കഴിഞ്ഞല്ലേ? അപ്പൊ രോഗത്തെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. രോഗം വരും. കാരണം എന്താ? ഈ ശരീരം ഓരോ ദിവസം കൂടുന്തോറും ചെറുപ്പമാകുവാണോ പ്രായമാകുകയാണോ? ഇത് പ്രായമായിക്കൊണ്ടിരിക്കുക. ഈ പ്രായമായിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിന് ക്ഷതം സംഭവിക്കുമ്പോൾ, സെല്ലുകൾക്ക് വീക്കം സംഭവിക്കുമ്പോൾ, ശാരീരികമായി രോഗാവസ്ഥയിലേക്ക് വഴുതുവീഴപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പലവിധമായ വിഷയങ്ങൾ നാം ആകുലപ്പെട്ട് പ്രാർത്ഥനയുടെ ഏറിയ പങ്കും ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഭൗതിക വിഷയത്തിലേക്കാണെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്. ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും അവൻ പലവിധമായ ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കോറിയിട്ടുകൊണ്ട് കാതലായതിൽ നിന്ന് പിടിവിട്ട് അവൻ താൽക്കാലികമായതിന്റെ പിന്നാലെ പായുവാൻ പിശാച് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തെ ഉപയോഗിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് കണ്ട് നാളെ പാടി പോകുന്ന ഈ ലോകത്തിലെ വിഷയങ്ങളുടെ പിന്നാലെ പോകാതെ നമുക്ക് പ്രിയനോട് കൂടെ പോകുവാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ, വിശ്വസ്തയോടെ ജീവിപ്പാൻ, ദൈവഭയത്തോടെ ജീവിപ്പാൻ, ആത്മനിറവിന്റെ ജീവിതം ജീവിപ്പാൻ ആവശ്യമായ ഒരു പുതുക്കമുള്ള ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവ പൈതലേ, നാം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചതിലും നമ്മുടെ വിഷയത്തിൽ ഉത്തരവുണ്ട്. ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയും. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവ പൈതലേ എന്നാ പറഞ്ഞേ. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ തലയിലെ മുടിയിഴകൾ കൊഴിയുന്നത് അവൻ അറിയാതെ നടക്കത്തില്ലെങ്കിൽ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന 2 സഹോദരന്മാരെ ഒത്തിരി സ്തുതിക്കുന്നു. കാരണം എന്താ അറിയോ? അവരുടെ തലയിൽ ഓരോ മുടി പോയപ്പോൾ അവരെ കർത്താവ് ഓർത്തു. ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ വചനം പറയുന്നത് കേൾക്കാനുള്ള ബാലരമയോ ബാലമംഗളമോ മാപ്രസിദ്ധീകരണങ്ങളല്ല, ഇത് അനുസരിക്കാനും ജീവിതത്തിൽ ഏറ്റെടുക്കാനുമുള്ളതാണ്. മറക്കത്തില്ലെന്ന് പറഞ്ഞാൽ മറക്കാത്ത ദൈവമാ. അമ്മ മറന്നാലും ഞാൻ തന്നെ മറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവ് കൊണ്ട് വല്ലതും നാം നേടി ഒന്നുമല്ല പ്രിയരെ, അവന്റെ ചിറകടിയിൽ നമ്മെ പരിപാലിച്ചതുകൊണ്ടല്ലേ. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ വചനം വിളിച്ചു പറയുന്നു, നമ്മുടെ
നാം പ്രാർത്ഥിക്കേണ്ട, വിശുദ്ധിയോടെ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ പ്രാപിക്കേണ്ട, വിശ്വസ്തനായി ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ പ്രാപിക്കേണ്ട മണ്ഡലത്തെ പിശാച് ചോർത്തിക്കളഞ്ഞിട്ട് നിലവിളിക്കുന്നത് തരണേ തരണേ തരണേ, താ 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 എന്ന് പറഞ്ഞ നിലവാരത്തിലേക്ക് പ്രാർത്ഥനയുടെ ശൈലിയെ മാറ്റിയിട്ട് സ്വർഗസ്ഥനായ എന്റെ പിതാവേ നിന്റെ ഇഷ്ടം എന്നിൽ വരണമേ എന്നുള്ളത് തിരുവിഷ്ടത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ വണ്ണം ചിന്താമണ്ഡലങ്ങളെ സ്വാധീനിക്കുന്ന ലോകത്തിന്റെ ശക്തിയെ, ജഡത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്ന ദൈവ പൈതലായി മാറണം സഭയിലിരിക്കുന്ന വിശുദ്ധന്മാർ. താഴെ വെച്ചോ, നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നുമ്പോൾ കൈയടിച്ചോ. ഞാൻ ആവശ്യമുള്ളപ്പോൾ പറയാം, ദിവസം വായിക്കാം. നിങ്ങൾ അതും പിടിച്ച് പ്രയാസപ്പെടണ്ട. സൈഡിലോട്ട് ടേബിളോട്ടൊക്കെ വെച്ചോ. ഹല്ലേലൂയ. ആരെങ്കിലും ഒരാളെ മാത്രം ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞോളാം. എന്താ കാര്യമെന്ന് അറിയാമോ? ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്റെ പ്രസംഗം കൊള്ളാമോ എന്നൊന്നും വിധിയെഴുതാനൊന്നും അല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് വേണേ എഴുതിക്കോ. പക്ഷെ ഒരു കാര്യം പറയാം, ഇസ്രായേൽ മക്കൾ മിസ്രയീം കൂടാരത്തിൽ നിന്ന് അവൻ പുറപ്പെട്ടിട്ട് അവരുടെ വഴിയാത്രയിൽ ദൈവം അവർക്ക് ഹല്ലേലൂയ അവൻ മരുഭൂയാത്രയിൽ മേത്തരമായ വിശുദ്ധ ശക്തന്മാരുടെ ഭക്ഷണമായ അവൻ മന്ന കൊടുത്തു. അത് അധികാരത്തിനെഴുന്നേറ്റ് പെറുക്കിയെടുക്കണം. രണ്ട്, ഈ വിശുദ്ധന്മാരുടെ കൂടാരത്തിൽ, ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിന് ചുറ്റും ഇറച്ചി ചോദിച്ചപ്പോൾ അവർക്ക് ഇറച്ചി കൊടുത്തു. പക്ഷേ ഇറച്ചി കൊടുത്തപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അവൻ ഇത് അവരുടെ കൂടാരത്തിന് ചുറ്റും പറന്നു നിൽക്കും. പക്ഷേ ഇസ്രായേൽ ജനത, ഇസ്രായേൽ മക്കളുണ്ടല്ലോ, പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ദൂത് മനസ്സിലായില്ല. ദൂത് മനസ്സിലായിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ നിർബന്ധിച്ച് കൈയടിപ്പിക്കൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കല്ലേ. ഒരു കാര്യം പറയാം, ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിന് ചുറ്റും രാത്രി, ഒറ്റ രാത്രി കൊണ്ട് ലിബ്യാന്റെ തലയെ തകർത്ത് അതിന് പപ്പും പടലും ഉറപ്പിച്ച് കാലും കൈകളും ചുണ്ടും പിടിപ്പിച്ച് പിറ്റേ ദിവസത്തിൽ ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിന്റെ ചുറ്റും പറന്നിറക്കുമാറാക്കുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധമോ പറയുന്നു, നിന്റെ ആവശ്യത്തിന്, നിന്റെ വിഷയത്തിന് അവൻ ഉത്തരം തരുന്ന ദൈവമാണ്. നിന്റെ കർണപുടത്തിന് ചുറ്റും, നിന്റെ ചെവിയുടെ ചുറ്റും നിനക്കെതിരെ ദൈവത്തിന്റെ ആലോചനയായി പരിശുദ്ധന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അത് ഏറ്റെടുത്ത് എന്റെ എന്ന് പറയുന്ന ദൈവ പൈതലായി മാറുമ്പോൾ നിനക്ക് വിടുതൽ ലഭിക്കും. നമ്മുടെ ദൈവം ആരാ നോക്കുക എന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. നാട്ടിലുള്ള നമ്മളെല്ലാം നാട്ടിൽ നല്ല വന്നത് അതുകൊണ്ട് അറിയാം. ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അറിയാതിരിക്കുന്നത് കോഴി അടവെക്കുന്നതും ഒക്കെ. കോഴി അടവെക്കുന്നതൊക്കെ പരിശോധിക്കണം. 21 ദിവസം കോഴിയുടെ കീഴിൽ മുട്ടയിരുന്നെങ്കിൽ അടുത്ത ഒരു കോഴിക്കുഞ്ഞുണ്ടാവത്തുള്ളൂ. ഈ 21 ദിവസം എടുത്ത് കോഴിക്കുഞ്ഞാകുമ്പോഴാണ് വീണ്ടും അതൊരു 3-4 മാസം എടുക്കണം നമുക്ക് പാകമുള്ള പരുവമാകണമെങ്കിൽ. ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് ചോദിച്ച ഇസ്രായേൽ ജനത്തിന് വേണ്ടി ലിബ്യാന്റെ തലയെ അടിച്ചു തകർത്ത് അതിന് പപ്പും പൂടയും വെപ്പിച്ച് എന്ന് പറഞ്ഞ് അതിനെ പറക്കുന്ന നിലവാരത്തിലാക്കിയ എന്റെ ദൈവമുണ്ടല്ലോ, കരയുന്ന തന്റെ ഭക്തന് വേണ്ടി മഞ്ഞൾ മഴ മഴയ്ക്കുന്നതയോ, കരയുന്ന ഭക്തന് വേണ്ടി നല്ല മഴയ്ക്കുന്നതയോ, കരയുന്ന ഭക്തന് വേണ്ടി ശ്രേഷ്ഠകരമായി കൊടുക്കുന്ന ദൈവമാണെങ്കിൽ ഈ പകൽ നീ ഏറ്റെടുക്കുക, വചനം ഏറ്റെടുക്കുക. വചനത്തെ സ്വീകരിക്കുക. വചനമാണ് ജീവൻ നൽകുന്നത്, വചനമാണ് ജീവിപ്പിക്കുന്നത്, വചനമാണ് സത്യമാക്കുന്നത്. ഈ വചനത്തിന്റെ ശക്തി നിന്റെ അന്തരംഗങ്ങളിലേക്ക് പറന്നിറങ്ങട്ടെ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ മെസ്സേജിലേക്ക് ഒന്നും വന്നില്ല, സമയം ഹല്ലേലൂയ, കുഴപ്പമില്ല. ആമേൻ, ഹല്ലേലൂയ. നമുക്കിന്ന് രാത്രി 10 മണി പറഞ്ഞില്ലേ, ഓൺലൈൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആരും പേടിക്കണം, ഞാൻ സമയത്ത് നിർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്, ഇതിനകത്ത് വന്നിരിക്കുന്ന ശാരീരികമായ അസ്വസ്ഥതയുള്ളവരുണ്ട്, ഇതിനകത്ത് വന്നിരിക്കുന്ന കടഭാരമുള്ളവരുണ്ട്, ഇതിനകത്ത് വന്നിരിക്കുന്ന തലമുറയുടെ വിഷയത്തെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ഇതിനകത്തുള്ളവർ ജോലി നഷ്ടപ്പെട്ട് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽ നിന്റെ എല്ലാ വിഷയത്തിനും വിടുതൽ നൽകുന്ന സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനമാണ്.
ഞാനിത് നിങ്ങളുടെ ചിന്തയിലേക്ക് എളുപ്പം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ വചനം എളുപ്പം ക്യാപ്ചർ ചെയ്യാനാണ്. പണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാര്യമുണ്ട്, ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രി പോയിട്ടുള്ളവർക്കായി സ്വന്തം ഗവൺമെന്റ് ആശുപത്രി പല്ലുവേദനയ്ക്ക് പോയാലും, തലവേദനയ്ക്ക് പോയാലും, കാലുവേദനയ്ക്ക് പോയാലും, വയറിന് അസ്വസ്ഥതയോടെ പോയാലും എല്ലാവരും പോകുമ്പോൾ ഒരു കുപ്പിയായിട്ട് പോകണം. ഈ കുപ്പിയായിട്ട് പോയിട്ട് ഡോക്ടറെ കണ്ട് കുറിപ്പെഴുതും. അത് നമുക്കും അറിയത്തില്ല, വായിക്കുന്നവർക്ക് എന്തെങ്കിലും ഫാർമസിക്കാരനറിയാം ചുമല കുപ്പിയിലെ ചുമല മരുന്ന് കൊടുക്കണമെന്നാണ്. അങ്ങനെ പോയിട്ടില്ല. അപ്പം ആശുപത്രിയിൽ വലിയ കുപ്പിയുണ്ട്. ഈ കുപ്പിക്കകത്ത് ചുമല കളറിൽ ഒരു മരുന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഏത് അസുഖത്തിനും ഈ കുപ്പിയിലെ മരുന്ന് ഒഴിച്ചു കൊടുക്കും. അത് കുടിക്കും, അവന് സൗഖ്യമാവുകയും ചെയ്യും. അതാ വേറെ രസം. കാലിന് വേദനയാണെങ്കിലും തലവേദനയാണെങ്കിലും പല്ലിന് വേദനയാണെങ്കിലും ആരെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം. സ്വതന്ത്രം. ഇത് ഏത് അസുഖത്തിനും ഒന്നാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. നിന്റെ ഏത് രോഗവും, നിന്റെ ഏത് പ്രശ്നവും, നിന്റെ ഏത് വിഷയവും, നീ വന്നിരിക്കുന്നത് കാൽവരി ക്രൂശിന്റെ പാദപീഠത്തിലാണെങ്കിൽ നിന്റെ വിഷയത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ വചനമാണ്. ഈ വചനം ജീവിപ്പിക്കുന്നതാണ്. ഈ വചനം സൗഖ്യം തരുന്നതാണ്. ഈ വചനം നിറയ്ക്കുന്നതാണ്. ഈ വചനം അത്ഭുതം തരുന്നതാണ്. ഈ ഏറ്റെടുത്താൽ വിടുതലാണ്. അങ്ങനെയെങ്കിൽ ഇത് ദുഷ്കാലമായതുകൊണ്ട് ഉണരണം. നാളെ രാവിലെ നേരം വെളുപ്പിക്കുമെന്ന് കാണുമെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ ഗ്യാരണ്ടി ഇല്ല. എന്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്കിന് ആ കമ്പനിക്കാരൊരു ഗ്യാരണ്ടി വെച്ചിട്ടുണ്ട്. എന്റെയോ നിങ്ങളുടെ ജീവിതത്തിനോ അതുപോലും ഇല്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ വൈകിയ വേളയിൽ ഞാൻ വിളിച്ചു പറയാം, ഇത് ദുഷ്കാലമാകിയാൽ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ദൈവത്തിന് എന്നോടും നിങ്ങളോടും അനിഷ്ടമായിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. എന്നാൽ എന്റെയും നിങ്ങളെയും പാപങ്ങളത്രേ ദൈവത്തെ ദൈവത്തോട് നമ്മൾ അകറ്റിയിരിക്കുന്നതെങ്കിൽ ഇതോ ഈ സുപ്രഭാതം, ഇതല്ലോ നല്ല ദിവസം, ഇതല്ലോ രക്ഷാ ദിവസം. ഇന്ന് ഈ രാത്രിയിൽ നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു അകർച്ചയുണ്ടെങ്കിൽ, ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ദൈവശബ്ദം കേൾക്കാൻ കഴിയാതിരിക്കുന്ന അനുഭവമാണെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കി കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളതല്ല, ദൈവശബ്ദം കേൾക്കുന്നവനായി ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനിയായി കോടിക്കണക്കിന് ജനമുണ്ട്. നമ്മളിത് വരുന്നതിന് മുമ്പേ ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളതല്ല പ്രധാനം, ദൈവശബ്ദം കേൾക്കുന്നവനായി മാറണം. എന്നാ ലാസ്റ്റ് ദൈവശബ്ദം കേട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം എന്നാ ലാസ്റ്റ് കേട്ടെ. നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ പാസ്റ്റോട് ഉറപ്പായിട്ടും പറയും, ഇനി ദൈവം ഇങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിടുതലും അത്ഭുതമൊക്കെ ആയിരിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 38 വർഷത്തിൽ കിടന്നവരെ ടക്കനെ അതൊന്നും അല്ല കുഞ്ഞുങ്ങളെ. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നാം എന്ത് നേടിയാലും നമ്മുടെ നിത്യതയ്ക്കുള്ള ലൈൻ ക്ലിയർ ആയിട്ട് ഒരു പ്രയോജനമില്ല. ധനികനായാലും ഇവിടെ മരിക്കും, ദരിദ്രനാണേലും മരിക്കും. പക്ഷെ നിത്യതയ്ക്കുള്ള ലൈൻ ക്ലിയർ ആയിട്ട് മരിച്ചാൽ ദൂതന്മാർ ഇറങ്ങുന്നത് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നമുക്ക് ഒരു ക്ലിയറൻസ് വേണം. ദൈവശബ്ദം കേൾക്കുന്നവരായി നാം മാറണം. ദൈവശബ്ദം അനുസരിക്കുന്നവരായി മാറണം. എന്താ ദൈവശബ്ദം കേൾക്കേണ്ടതിന്റെ ആവശ്യകത? അതുകൂടെ പറഞ്ഞു കയറാം. ഹല്ലേലൂയ. ഒന്ന്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും ആരറിയുന്നില്ല ചോദിച്ചേ? ചാക്കോട്ടനോട് തോമാസിനെ അറിയുന്നില്ലെന്നാണ് ചോദിച്ചേ? മറിയാമ്മയോട് ലിസീനെ അറിയില്ലെന്നാണ് ചോദിച്ചത്? അല്ല, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ ആ വാസമാക്കിയിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവല്ല, ലോകത്തിന്റെ അവൻ ഏതെങ്കിലും ടെക്നോളജി അല്ല, നമ്മുടെ
ഈ ആത്മാവ് നമ്മെ നിത്യതയ്ക്ക് കൊണ്ടുപോകുന്ന തിരിച്ചറിയണം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, അവനാണല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ അകത്തിരിക്കുന്ന ആത്മാവാണ് മേഘപ്രത്യക്ഷനായി വരുന്ന യേശുവിന്റെ കാഹളധ്വനി കേൾക്കുന്നത്. നമ്മുടെ കാതുകൾക്ക് കേൾക്കാൻ കഴിയത്തില്ല, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധ ആത്മാവിന് മേഘപ്രത്യക്ഷനായി വരുന്ന യേശുവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമ്പോൾ ആ ശബ്ദത്തിൽ കാഹളധ്വനിയിൽ ഉയർത്തെഴുന്നേൽക്കാൻ ഇടയാകുമെന്ന് തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ആത്മാവുമായി സദാ സംസാരിക്കുന്നവരായി മാറണം, പരിശുദ്ധാത്മാവുമായി ഇടപെടുന്നവരായി മാറണം. പരിശുദ്ധാത്മാവ് നമ്മെ നേർനിലത്ത് നടത്തുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പാപബോധം നൽകി നടത്തുന്നവരാണ്. പരിശുദ്ധാത്മാവ് നമ്മെ തെറ്റുകളെയും തിന്മകളെയും നമ്മെ തിരിച്ചറിയുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്നതാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിൽ നടക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തോടുള്ള മനസ്സാക്ഷി നൽകുന്നതാണ്. പരിശുദ്ധാത്മാവ് യേശുവിൽ വസിക്കുവാൻ നമ്മെ ഇടയാക്കുന്നതാണ്. പരിശുദ്ധ ആത്മാവ് നിത്യതയ്ക്ക് നമ്മെ കൊണ്ടുപോകാൻ ഓരോ ദിവസവും ഒരുക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് കുറവുകളെ തിരിച്ചറിഞ്ഞ് നമ്മെ ശുദ്ധീകരിക്കാൻ ഉതകുന്നതാണ്. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ വിഷയങ്ങളിൽ നമുക്ക് വേണ്ടി ഇടപെടുന്നതാണ്. പരിശുദ്ധ ആത്മാവ് അവൻ സർവശക്തനായ ആത്മാവാണ്. പരിശുദ്ധ ആത്മാവിന് കഴിയാത്തത് ഒന്നുമില്ല. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആരാ ദുഃഖിപ്പിക്കുന്നേ? ആരാ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്നത്? ആർഎസ്എസ്കാരനാണോ? ബിജെപിക്കാരനാണോ? കത്തോലിക്കക്കാരനാണോ? അല്ലേ അല്ല, ഞാൻ നിങ്ങളുമാണ്. എന്താ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്നേ? പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മോനെ ഇത് ചെയ്യരുത്, ഇതല്ല വഴിയെന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങൾ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കറിയാം ഇത് ശരിയല്ല എന്ന് നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ അന്തരംഗത്തിൽ ഒരു പിടച്ചിൽ അനുഭവിച്ചിട്ടുള്ളവരുണ്ടോ? നിങ്ങളുടെ മൗനം ഞാൻ കരുതുന്നു എല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ മധ്യാകാശത്തിലെ വരവിൽ കാണാം. ഓരോ ദൈവഭക്തന്മാരെ കുറിച്ചും ഓരോ മീറ്റിംഗിൽ പറഞ്ഞു വിടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഏതെങ്കിലും നിലവാരത്തിൽ ചെത്തി ശരിയാകാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നേരെയാക്കി എടുക്കാൻ വേണ്ട. ഓരോ ദിവസവും കർത്താവിന്റെ വരവിനോട് നമ്മെ അടുപ്പിക്കുന്നതായിട്ടാണ്. ഓരോ മീറ്റിംഗും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കുന്നതായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പോകേണ്ടുന്ന വഴി കാണിച്ചു തരും, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. പറയേണ്ടത് ആ സമയത്ത് ഒരു കഥ പറഞ്ഞു. അവൻ നിങ്ങൾക്ക് പറയേണ്ടത് ഞാൻ പരിശുദ്ധാത്മാവ് തരും. നിങ്ങൾ പറയേണ്ട ഞാൻ പറഞ്ഞോളാം. എന്റെ പ്രസംഗത്തിന്റെ ശൈലി വന്നില്ല. ഞാൻ അവൻ പറഞ്ഞിട്ടുള്ള കാര്യം, നീ എന്ത് പറഞ്ഞാലും അത് മുഖം നോക്കാതെ പറയും. മുഖം നോക്കാതെ പറയും. കാരണം ലോകത്തിൽ ആരും എടുത്തിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് എന്ത് വ്യക്തികളോട് എന്ത് പറഞ്ഞാലും ഞാൻ പറയും. കാരണം നിങ്ങൾ എന്നെ രണ്ടടി എടുക്കുക അല്ലേ? ഇപ്പൊ ഞാൻ ഈ ബ്രദറിനോട് പറയുക, ബ്രദറെ ശരിയല്ലെന്ന് പറഞ്ഞു, ബ്രദർ ചെയ്യും. എന്താ പറഞ്ഞാൽ നീ കാണിച്ചിട്ട് എത്രയുള്ള കാര്യം. പക്ഷെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പറയാനുള്ളത് കൺവേ ചെയ്യാനുള്ള മെസ്സഞ്ചേഴ്സിനെ തെളിയുമ്പോൾ he is seeking messengers among you. അവൻ നിങ്ങളുടെ നടുവിൽ അവന്റെ ദൂതുവാഹികളായി മാറുവാൻ ആത്മാക്കളെ തെളിയുക. അവൻ നിങ്ങളുടെ നടുവിൽ അവന്റെ വാഹനം അവന്റെ നാമത്തിന്റെ മഹത്വമായി മാറുവാൻ ആത്മാക്കളെ തെളിയുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട വേദിയിൽ ആരെ ഞാൻ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും.
4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. കർത്തൃസേവനമത്വം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണ്. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേ. Therefore the prisoner of the Lord beseech you to walk worthy of the calling with which you were called. Which you what? With which you were called. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് നിങ്ങൾ വർത്താകണം. കർത്തൃബദ്ധനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ നാമത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുക, വാക്യം ഒന്ന് വായിച്ചേ മലയാളത്തിൽ. കർത്തൃസേവനനിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നിടത്തമേ. കർത്തൃസേവനനിമിത്തം ബദ്ധനായിരിക്കുന്ന പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ഇവിടെ നാം ചിന്തിക്കുന്നതെങ്കിൽ ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ്യ ലേഖനം. 7 ലേഖനമാണ് എഫേസ്യ ലേഖനം. ആത്മീക ഫലങ്ങളെ കുറിച്ച്, കഴിഞ്ഞ കാലത്തിലെ ശാപമണ്ഡലങ്ങളെ കുറിച്ച്, ഒരു വിശുദ്ധൻ ധരിക്കേണ്ട ആയുധങ്ങളെ കുറിച്ച്, അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഓരോ ലേഖനത്തിൽ പ്രതിപാദിപ്പിച്ചിരിക്കുമ്പോൾ 4-ാം അധ്യായത്തെ കുറിച്ച് പറയുന്നത് കർത്തൃസേവനനിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസേ, എന്താണ് ഞങ്ങളെ അങ്ങക്ക് പ്രബോധിപ്പിക്കാനുള്ളത്? അതറിയണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ട് ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ട് ഇനി നിർത്തണം. നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കണം. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ട്, നിങ്ങളെ കുറിച്ച് കേട്ടിട്ട്, നിങ്ങളെ കുറിച്ച് ഗ്രഹിച്ചിട്ട് എനിക്കറിയേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ആരെ? ദൈവത്തിന്റെ വിശുദ്ധന്മാർ. ആരെ? ദൈവസഭയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനം. അവരെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കുന്നവരാകണം. എന്ന ഏകാത്മാവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ദൈവകൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തവരാകണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവിന്റെ ആലോചനയ്ക്ക് വ്യതിചലിക്കാതെ പരിശുദ്ധാത്മാവ് പറയുന്ന ആലോചനകൾ അനുസരിക്കുന്നവരായി മാറണം. ഈ ഉദാഹരണം പോലെ നിങ്ങളുടെ കർത്താവ് ദാസൻ കുറെ നാട് നാട്ടിൽ പോയില്ലേ, കുറച്ച് ദിവസം നാട്ടിൽ പോയില്ലേ? നാട്ടിൽ പോയപ്പോൾ നിശ്ചയമായി ഞാൻ കരുതുന്നു ഓരോ ദിവസവും ഓരോരോ അത് ചുമതലപ്പെട്ടവരെ വിളിച്ചു ചോദിക്കും, സമയം എങ്ങനെ ഇരിക്കുന്നു, ഇന്ന കുടുംബം എങ്ങനെ ഇരിക്കുന്നു, ഇന്ന കുടുംബം എങ്ങനെ ഇരിക്കുന്നു, ഇന്നാന്റെ ശരീരസ്ഥിതി എങ്ങനെ ഇരിക്കുന്നു, കരകാരവാസം നിശ്ചയമായി നിരക്കും. എന്താ കാര്യം? സഭയെ കുറിച്ചുള്ള ചിന്ത. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്ത എന്തെന്നറിയണ്ടേ? നിങ്ങൾ ഏകയാത്മാവിൽ നിലനിൽക്കുന്നവരാകണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കലക്കിക്കളയുന്ന ഉപദേശങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിർമ്മല മനസാക്ഷിയുള്ള നിർമ്മല കന്യകയായി മാറണമെന്നാണ് അപ്പോസ്തലൻ നമ്മെ കുറിച്ച് ആഗ്രഹമെങ്കിൽ, കപടതയില്ലാത്ത, വഞ്ചനയില്ലാത്ത, പാപത്തിൽ അകപ്പെടാത്ത, പാപത്തോട് സഹിത്വമില്ലാത്ത, അവൻ വേർപാട് പാലിക്കുന്ന ദൈവസഭയായി ഏകയാത്മാവിൽ നിലനിൽക്കുന്നവരാകണമെന്ന് അപ്പോസ്തലൻ ദൈവസഭയെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഈ പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട, നിങ്ങൾ സ്വീകരിച്ച, നിങ്ങൾ രക്ഷ പ്രാപിച്ച യേശുക്രിസ്തുവിന്റെ വചനത്തിൻ പ്രകാരം നിങ്ങൾ ഏകാത്മാവിൽ നിലനിൽക്കുന്നവരാണോ? ഹല്ലേലൂയ. 2, ഏകാത്മാവിൽ നിലനിൽക്കണം. 3, എതിരാളികളാൽ ഒന്നിനാലും കുലുങ്ങാത്തവരാകണം. കർത്തൃസേവനനിമിത്തം ബദ്ധനായിരിക്കുന്ന പൗലോസ് പറയുന്നു,
സഖറിയാവ് ചോദിച്ചു, തന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണി എന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ ആലോചന അവിശ്വസിച്ച സഖറിയാവ് ഇതേ നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ എത്ര വട്ടം നാം കുലുങ്ങിപ്പോയിട്ടുണ്ട്. എത്ര വട്ടം നാം ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്തിനാ കർത്താവേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്നാലും കർത്താവ് എന്നോടെന്തിനാ ചോദിച്ചിട്ടുണ്ടോ? എതിരാളികളാൽ ഒന്നിനും കുലുങ്ങാത്തവരാകണം. ദൈവഭക്തൻ ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ്, നിങ്ങൾ എതിരാളികളാൽ ഒന്നിനും കുലുങ്ങാത്തവരാകണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ വേളകളിൽ, കട്ടനട്ടങ്ങളുടെ വേളകളിൽ, കണ്ണുനീരിന്റെ വേളകളിൽ, ചങ്കുതകരുന്ന വേളകളിൽ, ആശയറ്റ വേളകളിൽ നിന്റെ ആശ്വാസവും നിന്റെ ആരംഭവും യേശു മാത്രമായി മാറണം. വിശ്വാസ ജീവിതം പട്ടുമത്തയല്ല. ഈ വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത എന്തെന്നറിയണ്ടേ? ഒരിടത്തിൽ നിന്നിട്ട് ഒരാഴ്ചത്തേക്ക് പ്രാപിച്ചുകൊണ്ട് പോയി ആഹാരം കഴിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. മറ്റു മതസ്ഥർ ആഴ്ചയിൽ ഒരിക്കൽ പോയി പ്രാപിച്ചിട്ട് വീണ്ടും അതേ ആഴ്ച ചെന്ന് വീണ്ടും മുഖം കാണിക്കുന്നതല്ല ആരാധന. ദൈവത്തിന്റെ പൈതല് ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് ഞാൻ ഉപമിക്കുവാൻ ആഗ്രഹിക്കുന്നത്, തിരകൾ ഒരിക്കലും അടങ്ങാത്ത കടലിൽ യാത്ര ചെയ്യുന്ന മുക്കുവനെ പോലെ. ആറിലെ തിരകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ തുടങ്ങില്ലെങ്കിലും പോകും. പക്ഷെ കടലിലെ തിരകൾ എന്തെങ്കിലും ഒടുങ്ങുമോ? ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, നിന്റെ ആത്മീയ ജീവിതത്തിൽ ഒന്നൊന്നായി തിരകൾ അടിച്ചുയരുമ്പോൾ, നിന്നെ മുക്കുവാൻ വരുന്ന തിരമാലകളുടെ നടുവിൽ, നിന്നെ മുക്കുവാൻ വരുന്ന കൊടുങ്കാറ്റിന്റെ നടുവിൽ, നിന്നെ പതറിക്കുന്ന, നിന്റെ ആശ നഷ്ടപ്പെട്ടു എന്ന് വിളിച്ചു പറയുന്ന, നീ പോയി എന്ന് വിധിയെഴുതപ്പെടുന്ന സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും, എതിരാളികൾ പോരാടുമ്പോഴും നീ അതിൽ കുലുങ്ങാതെ നിൽക്കണം. എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. കർത്താവ് പറഞ്ഞിട്ടല്ലേ അക്കരയ്ക്ക് പോയത്? കർത്താവല്ലേ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിട്ട്? അവർ തണ്ട് വലിച്ച് വലഞ്ഞപ്പോ അവർ പേടിച്ച് ഭയപ്പെട്ടപ്പോൾ അവർ നിലവിളിച്ച നിലവിളി മറ്റാരും ഗലീലദേശത്ത് കേട്ടില്ലെങ്കിലും കേട്ട ഒരുവൻ മലയുടെ മുകളിൽ ഇരിപ്പുണ്ട്, കാണുന്ന ഒരുവൻ മലയുടെ മുകളിൽ ഇരിപ്പുണ്ട്. നീ തണ്ട് വലിച്ചു വലയിന്റെ അനുഭവം അവൻ ആരും പറയാതെ അറിഞ്ഞ്, നാലായാമത്തിൽ നീ അറിയാതെ, നീ പറയാതെ നിന്റെ പടകിന്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന ഒരു യേശുവിന്റെ, ഈ യേശുവാണ് എന്റെ നിങ്ങളുടെ രക്ഷകൻ, ഈ യേശുവാണ് എന്റെ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. നീ മുങ്ങാൻ പോവാണെന്ന് ഏറെക്കുറെ വിധി എഴുതി. പക്ഷെ നിന്നെ വിളിച്ചതുണ്ടല്ലോ, ഈ വാരിധിയിൽ വൻതിരയിൽ തള്ളലേറ്റ് മുങ്ങിടാതെ നിന്റെ പടകിൽ പ്രിയൻ കയറാനാണെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമൈതലേ, നിന്റെ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല. എന്റെ യേശു നിന്റെ കൂടെ ഉണ്ട്. സന്തോഷമുള്ള കാര്യത്തിൽ സ്വന്തം ചെയ്തേ. ഹല്ലേലൂയ. അവന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, എതിരാളികൾ പലതാ. നെഹമ്യാവേ, ആലയം പണിയാൻ, മതില് പണിയാൻ ഇറങ്ങി പുറപ്പെട്ട നെഹമ്യാവേ, സൻബല്ലത്തുണ്ട്, തോബിയാവുണ്ട്, പലരും നിന്റെ പണിയെ തടയാനുണ്ടെങ്കിലും നിന്നെ പണിയിപ്പിക്കാൻ
നീ പേടിക്കില്ല. 366 ദിവസം ഉരുവിടാൻ ഒരു വാക്യം തന്നിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ അദ്രിയ കടലിടുക്കിൽ അകപ്പെട്ട് ആശ നഷ്ടപ്പെട്ടു പോയി 272. പക്ഷേ പ്രതിസന്ധിയുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും എത്ര തകർച്ചയുടെ നടുവിലും ഞാൻ ആരെ സേവിക്കുന്നു എന്നറിയുന്ന ഒരുവനുണ്ട്. അവൻ പടയിലിരിക്കുകയാണ്. അവൻ പറയുക, പ്രിയപ്പെട്ടവരെ ഭയപ്പെടേണ്ട. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം എന്റെ അടുക്കൽ ഇറങ്ങുമെന്ന് പറഞ്ഞ പൗലോസേ, ഭയപ്പെടേണ്ട. ജീവിതത്തിന്റെ സന്തോഷവും ആനന്ദവും ഒക്കെ തിരിച്ചറിയുന്നത് ഈ പുറത്തു നിന്ന് നോക്കുമ്പോഴല്ല, ഈ പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവന്റെ മഹത്വം വെളിപ്പെടുന്നത്. അവൻ ആരാന്ന് തിരിച്ചറിയുന്നത്. എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാൻ എന്തുകൊണ്ട് കർത്താവ് അന്നേരമാണ് പറയുന്നത്. ചുമ്മാതെ പുറത്തു വന്ന് ആഴ്ച വന്ന് 2 കൈമണിച്ച് ഒരു പാട്ടും പാടി 4 കാലം നോക്കി ഇങ്ങനെ പോയാലൊന്നും മഹത്വം വെളിപ്പെടുത്തില്ല. മഹത്വം വെളിപ്പെടണേ വില കൊടുക്കണം. വില കൊടുക്കുന്നവനാണ് അവനോട് പറയുന്നത്, എന്ത് വന്നാലും അവൻ കഷ്ടം വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായക. അന്ധകാരം ഭൂമിയിൽ നീ കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധിയിൽ മറ്റുള്ളവരെല്ലാം നിന്നെ തള്ളി പറയുമ്പോൾ, നീ കടന്നു പോകുന്ന രോഗത്തിന്റെ കാഠിന്യതയുടെ നടുവിൽ മറ്റുള്ളവർ നിനക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ, നിന്റെ ഇല്ലായ്മയുടെ നാളുകളിൽ പലരും നിന്നെ മറന്നു പോകുമ്പോൾ, നിന്നെ തകർക്കാൻ ശത്രു തീച്ചൂള പോലത്തെ വിഷയങ്ങൾ ഒരുക്കിയിട്ട് ഇനിയും മടി പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞ് പോകാൻ നിന്റെ ഹൃദയത്തിൽ പ്രേരണ വരുമ്പോൾ, അഗ്നികുണ്ഡത്തിന്റെ നടുവിലും എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ് വിളിച്ചത്. വിശ്വാസം പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ നീ എന്നെ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ദുഷ്കാലത്തിൽ ആത്മാവിൽ എരിവുള്ളവനായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവനായി എന്നെ നീ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും നിന്നെ വിട്ടോടിയിട്ടുണ്ട്. അവൻ എന്നാൽ തിരുവചനം പറയുന്നു, അങ്ങേ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല, നിന്റെ മകനായി ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ രാത്രിയിൽ എത്ര പേർക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്? കർത്താവ് എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ കഴിഞ്ഞ നാളുകളിൽ എന്റെ വാക്കില്, എന്റെ ചിന്തയില്, എന്റെ ഇടപാടുകളില്, എന്റെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ അങ്ങോട്ട് പാപം ചെയ്യത്തക്ക നിലവാരത്തിൽ ഞാൻ ആയിട്ടുണ്ട് കർത്താവേ, ഞാൻ ആയിപ്പോയിട്ടുണ്ട് കർത്താവേ. എന്റെ ജഡത്തെ പലപ്പോഴും പാപത്തിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ കണ്ണുകൾ
ഇന്ന് രാത്രി എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. എന്നെ രക്ഷിക്കണമപ്പ എന്ന് പ്രാർത്ഥിക്കുന്ന, എന്നാഗ്രഹിക്കുന്ന, എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ ഉയരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഹൃദയവിചാരങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിൽ ഇരിക്കുന്നു. അവൻ കർത്തൃമേശയിൽ മാത്രമല്ല നമ്മെ കാണുന്ന ഒരു കർത്താവ്. നാം എവിടെ പോയാലും നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ അകൃത്യങ്ങളെ അവന്റെ മുമ്പിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തു ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങളെ ഓരോന്നും തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹിസ്കിയാവ് ചെയ്തത് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത്. അങ്ങനെ ഇന്ന് രാത്രി ഈ വൈകിവേളയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്നെ ഒന്ന് കഴുകണേ. നിങ്ങളെ അറിയുന്നവർ കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് കഴുകണമേ. ആ കാൽവരി രക്തം കൊണ്ട് കഴുകണമേ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗം നൽകുന്ന കർത്താവേ, അവിടുത്തെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഈ ജനത്തെ അവിടുന്ന് തൊട്ട് അവരെ സൗഖ്യമാക്കുന്ന കർത്താവേ. കർത്താവേ, അങ്ങയോട് തെറ്റുപറ്റിയിട്ടുള്ള വിഷയം ദൈവസ്ഥലവരെ ഏറ്റവും ഉപേക്ഷിച്ച് മുന്നേറുവാൻ സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ കൃപയവൻ പകരുന്നതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. അവരുടെ എല്ലാ ബന്ധനങ്ങളും പോരുകളും പോരാട്ടമണ്ഡലങ്ങളും അവർക്ക് ആത്മീയമായി മുന്നേറാൻ കഴിയാതിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും തടസ്സവാദങ്ങളും യേശുവിൻ നാമത്തിൽ അവൻ അതിനെ സൗഖ്യമാക്കി ശുദ്ധീകരിക്കണം. ജനത്തെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് ഒരുക്കി തന്ന ബഹുമാന്യ കർത്തൃത്വത്തിന് ദൈവസഭയ്ക്ക് ഹൃദയമായി നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.